അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിവാദപരമായിട്ടുള്ള സാമ്പത്തിക നയത്തിന് US സുപ്രീം കോടതി കനത്ത പ്രഹരം നൽകിയിരിക്കുന്നു. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ച ട്രംപിന്റെ ആ പകരച്ചുങ്കം ഇനി ഉണ്ടാകുകയില്ല. സുപ്രീം കോടതി അത് റദ്ദാക്കി. എന്താണ് ഈ പകരച്ചുങ്കം? കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരുന്നു? ലോകരാജ്യങ്ങളെ ഇത് ഏതെല്ലാം രീതിയിലാണ് ബാധിച്ചിരുന്നത്? നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരാൾ ഇത് കാണുന്നത് നന്നായിരിക്കുമെന്ന് തോന്നെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് പകരച്ചുങ്കം? വളരെ ലളിതമായി പറഞ്ഞാൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊരു നയം. മറ്റൊരു രാജ്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എത്ര ശതമാനം നികുതി ചുമത്തുന്നുവോ അത്രയും തന്നെ നികുതി ആ രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് വരുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കും തിരികെ ചുമത്തുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് 50% നികുതി ചുമത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% നികുതി ചുമത്തും. അപ്പോൾ ഇതിനെയാണ് പകരച്ചുങ്കം എന്ന് വിളിക്കുന്നത്, അഥവാ ഈ റെസിപ്രോക്കൽ താരിഫ് എന്നൊക്കെ നമ്മൾ സാധാരണ വിളിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഭരണകാലത്ത് ഉയർത്തിയ അമേരിക്ക ഫസ്റ്റ് എന്നൊരു നയമുണ്ട്. അപ്പോൾ ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. അമേരിക്കൻ വിപണിയിലേക്ക് വിദേശ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നികുതിയിൽ ഒഴുകിയെത്തുന്നുവെന്നും എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ വലിയ നികുതി ചുമത്തുന്നുവെന്നുമായിരുന്നു ട്രംപ് അന്ന് വാദിച്ചിരുന്നത്. ഇത് അമേരിക്കൻ നിർമ്മാണ മേഖലയെ തകർക്കുന്നുവെന്നും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നുമാണ് അദ്ദേഹം പൊതുവെ വിശ്വസിച്ച് പോരുന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മാറ്റുവാനാണ് അദ്ദേഹം പകരച്ചുങ്കം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം പുറത്തെടുത്തത് എന്ന് കാണാം. ട്രംപ് ഈ ഒരു നയം പ്രഖ്യാപിച്ചതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് പറയുവാനായിട്ടുണ്ടായിരുന്നത്. അതിലൊന്നാമത്തേത് ലോക വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് നീതിയുക്തമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാന പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി. 2, വിദേശ ഇറക്കുമതി കുറച്ച് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൂട്ടുക വഴി വിദേശത്തേക്ക് ഒഴുകുന്ന പണം തടയുക എന്നൊരു ലക്ഷ്യം. 3ാമതായിട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുവാൻ വിദേശ രാജ്യങ്ങളെ നിർബന്ധിതരാക്കുക എന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ 19ാം നൂറ്റാണ്ടിൽ ഇത്തരം നികുതി നയങ്ങൾ വ്യാപകമായിരുന്നു എന്നുകൂടി കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഫ്രീ ട്രേഡ്, അത് സ്വതന്ത്ര വ്യാപാരം, അത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗാട്ട്, പിന്നീട് ലോക വ്യാപാര സംഘടനകൾ, അങ്ങനെയുള്ള ചില സംഘടനകൾ രൂപീകരിച്ചു. ഇതോടെ ഇത്തരം കടുത്ത നികുതികളൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. എന്നാൽ 1977 ഇൻ്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉപയോഗിച്ച് ട്രംപ് ഈ ഒരു പഴയ രീതി വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതിലൂടെ ധാരാളം പ്രശ്നങ്ങൾ കൂടി നേരിട്ടതായിട്ട് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറക്കുമതി നികുതി കൂടുമ്പോൾ സാധനങ്ങളുടെ വിലയും അതിനനുസരിച്ച് കൂടും. ഇത് സാധാരണക്കാരായിട്ടുള്ള അമേരിക്കൻ ഉപഭോക്താക്കളെയാണ് നേരിട്ട് ബാധിച്ചതെന്ന് കാണാം. അമേരിക്ക നികുതി കൂട്ടുമ്പോൾ മറുപടിയായി മറ്റ് രാജ്യങ്ങൾ സോയാബീൻ പോലെയുള്ള അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നികുതി കൂട്ടാനായിട്ട് തുടങ്ങി. ഇത് അമേരിക്കൻ കർഷകർക്ക് വൻ നഷ്ടങ്ങളുണ്ടാക്കി. ഇന്ത്യ, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അതിനനുസരിച്ച് വഷളാകുന്നതിന് ഇത് പ്രധാന കാരണമായി. ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കാൻ ശ്രമിച്ച പകരച്ചുങ്കത്തിനെ ആഗോള വ്യാപാര യുദ്ധം എന്നാണ് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ആൾ പൊതുവെ വിശേഷിപ്പിച്ചത്. അമേരിക്ക നികുതി വർദ്ധിപ്പിച്ചപ്പോൾ മറ്റ് രാജ്യങ്ങൾ കൈകെട്ടിയൊന്നും നോക്കി നിന്നില്ല. ചൈന, കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ എന്നിവർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തിരിച്ചും അതേപോലെ കനത്ത നികുതി ചുമത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് അമേരിക്ക സ്റ്റീലിന് നികുതി കൂട്ടിയപ്പോൾ മറുപടിയായി യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്കും വിസ്കിക്കും നികുതി കൂട്ടുകയുണ്ടായി. ഇത് അമേരിക്കൻ കയറ്റുമതിയെ സാരമായി ബാധിക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അമിത നികുതി ചുമത്തുന്നു എന്ന് ആരോപിച്ച് ട്രംപ് ഇന്ത്യയെ നികുതി രാജ്യമെന്നാണ് പൊതുവെ വിളിച്ചത്. ഇതിൻ്റെ ഫലമായി ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീല്, അലുമിനിയം എന്നിവയ്ക്ക് അമേരിക്ക വളരെ വലിയ രീതിയിലാണ് നികുതി കൂട്ടിയത്.
മറുപടിയായി ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള വാൾനട്ട്, ബദാം, ആപ്പിൾ തുടങ്ങിയ 28 ഉൽപ്പന്നങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യാപാര ബന്ധങ്ങളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകളൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ കാലത്ത് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നികുതി വർധനവ് കാരണം ഈ അസംസ്കൃത വസ്തുക്കളുടെ വില ക്രമാതീതമായിട്ട് കുതിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാർ നിർമ്മാണം, ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോൺ നിർമ്മാണം തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ വളരെ വലിയ പ്രതിസന്ധികളും ഉണ്ടാവും. ഇത് ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതിനൊരു പ്രധാന കാരണം തന്നെയാണ്. ട്രംപിൻ്റെ നയം കാരണം ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് അമേരിക്കൻ കർഷകരാണ് എന്നുള്ളതാണ്. ചൈനയും മറ്റ് രാജ്യങ്ങളും അമേരിക്കൻ സോയാബീൻ, അതേപോലെ ധാന്യങ്ങൾ എന്നിവ ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നികുതി വലിയ രീതിയിൽ കൂട്ടുകയൊക്കെ ചെയ്തതോടെ അമേരിക്കൻ കർഷകർക്ക് വിപണി നഷ്ടപ്പെടുകയുണ്ടായി. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ സർക്കാരിന് കോടിക്കണക്കിന് ഡോളർ സബ്സിഡിയായി കർഷകർക്ക് നൽകേണ്ടതായിട്ട് വന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപാര തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് WTO നിലകൊള്ളുന്നത്. എന്നാൽ ട്രംപ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തതോടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിയമങ്ങൾ നോക്കുകുത്തിയാകുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് ആഗോള വ്യാപാര നിയമങ്ങളിൽ രാജ്യങ്ങൾക്കുള്ള വിശ്വാസം കുറയുന്നതിനിടയാക്കിയ ഒരു പ്രധാന സംഭവമായിരുന്നു. ഈ കാര്യത്തിൽ US സുപ്രീം കോടതിയുടെ ഇടപെടൽ കേവലം ഒരു നികുതി കേസ് എന്നതിലൊക്കെ ഉപരിയായിട്ട് അമേരിക്കൻ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് നയിച്ച ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ ഭരണഘടനാപരമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് കാണാം. അതിലൊന്നാമത്തേത് അമേരിക്കൻ ഭരണഘടനയുടെ 1-ാം ആർട്ടിക്കിൾ പ്രകാരം നികുതി ചുമത്തുവാനും വ്യാപാരം നിയന്ത്രിക്കുവാനുമുള്ള അധികാരം US കോൺഗ്രസ് അഥവാ US പാർലമെൻറ്റിന് തന്നെയാണ് എന്ന് പറയുന്നു. പ്രസിഡന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്യുവാൻ തീർച്ചയായും സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, 1977 ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ചിട്ടാണ് ട്രംപ് ഈ നികുതികൾ കൊണ്ടുവന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഒരു സാധാരണ വ്യാപാര ഇടപാടിനെ ദേശീയ അടിയന്തരാവസ്ഥയായി കണ്ട് നികുതി ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. മൂന്നാമത്തെ കാര്യം, പ്രസിഡന്റ് ഭരണഘടനാപരമായിട്ടുള്ള അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുവെന്നും ഇത് ജനാധിപത്യത്തിലെ ചെക്ക് ആൻഡ് ബാലൻസ് സംവിധാനത്തെ തകർക്കുന്നുവെന്നൊരു പ്രധാന നിരീക്ഷണം കൂടി കോടതി അതിൽ കണ്ടു. ഈ വിധി ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായും അതേപോലെ രാഷ്ട്രീയപരമായും വലിയ തിരിച്ചടിയാണ് നൽകിയത് എന്നതാണ് കാര്യം. ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമായിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സാമ്പത്തിക നയം. അതിൻ്റെ നട്ടലായിട്ടുള്ള ഈ ഒരു പകരച്ചുങ്കം റദ്ദാക്കിയതോടെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ദർശനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. താൻ എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാൻ കഴിയുന്ന ശക്തനായിട്ടുള്ള ഒരു നേതാവ് എന്ന ട്രംപിൻ്റെ ആ ഒരു പ്രതിച്ഛായ ഈ കോടതി വിധിയോടെ മങ്ങലേറ്റു. നിയമത്തിന് മുകളിലല്ല ഒരു പ്രസിഡന്റും എന്നുള്ളൊരു സന്ദേശമാണ് ഈ വിധി നൽകിയത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിധി എതിരാളികൾക്ക് വലിയ ഒരു ആയുധമായി മാറുകയും ചെയ്തു എന്നതാണ്. ട്രംപ് ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്ന ആരോപണത്തിന് കോടതിയുടെ വിധി ആക്കം കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. വിധിയെക്കുറിച്ച് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചത് ഇത് അമേരിക്കയ്ക്ക് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിധി തന്നെയായിരുന്നു എന്നുള്ളതാണ്. വൈറ്റ് ഹൗസ് തുടക്കത്തിൽ ഒരു മൗനമൊക്കെ പാലിച്ചു എങ്കിലും പിന്നീട് നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തുടരുമെന്ന ഒരു സൂചന കൂടി നൽകി. എന്നാൽ സുപ്രീം കോടതി വിധി അന്തിമമായതിനാൽ അവർക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നതാണ് ഇതിനകത്ത് നിയമവശമായി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വിധി കേവലം കുറച്ച് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുക എന്നുള്ളതോ മാത്രമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ പോലും ഭരണഘടനയ്ക്ക് താഴെയാണ് എന്ന ഒരു വലിയ സത്യത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന വാശിക്ക് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ തന്നെ കടിഞ്ഞാണിടുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അത് ആഗോള വ്യാപാര വിപണിക്ക് നൽകുന്നത് വളരെ വലിയ ഒരു ആശ്വാസമാണ്. ഇന്ത്യയെ പോലെയുള്ള വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് ഈ വിധി വളരെ വലിയ ഒരു കൈത്താങ്ങ് തന്നെയാണ് എന്നുള്ളതാണ്. വ്യാപാര യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയും സൗഹൃദപരമായിട്ടുള്ള കച്ചവടം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശിക്കാം. എന്നാൽ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ തിരിച്ചടി ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? അദ്ദേഹം വീണ്ടും ഒരുപക്ഷെ അധികാരത്തിൽ വരികയാണെങ്കിൽ കോടതിയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എങ്ങോട്ട് പോകും എന്നൊരു പ്രശസ്തമായിട്ടുള്ള ചോദ്യം.
അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം അന്താരാഷ്ട്ര വാർത്തകളുടെ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.